ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നിയോഗിച്ച 4 സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വിദേശ പര്യടനം വിജയകരമായി പൂർത്തിയാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. റിസർവ് ബാങ്ക് ധനനയ സമിതി യോഗം മുംബൈയിൽ ആരംഭിച്ചു. അസമിൽ രൂക്ഷമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജനജീവിതം ദുരിതത്തിൽ. സിക്കിമിലെ ലാച്ചൻ മേഖലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ പുറത്തെത്തിക്കാൻ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കം. പ്രധാന ചടങ്ങായ അറഫ സംഗമം നാളെ. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് വൈകുന്നേരം ന്യൂഡൽഹിയിൽ ചേരും. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കും ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗമാണിത്. ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പുറമെ കേന്ദ്ര സഹമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനായി നിയോഗിച്ച 4 സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ചു. ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെയോടെ ന്യൂഡൽഹിയിൽ മടങ്ങിയെത്തി. ഖത്തർ, ദക്ഷിണാഫ്രിക്ക, എത്യോപ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി സുപ്രിയ സുലെ എം പിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അല്പസമയത്തിനകം ഇന്ത്യയിലേക്ക് മടങ്ങും. വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട പാർലമെന്റ് അംഗങ്ങളായല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്കാണ് രാജ്യത്തിന്റെ നിലപാട് ലോകത്തിനു മുന്നിൽ എത്തിച്ചതെന്ന് ശ്രീമതി സുപ്രിയ സുലെ പറഞ്ഞു. Data clearly showed and the evidence showed that this attack was not from very far but just our immediate neighbor, which was very unfortunate and painful for us. And then under the leadership of our Prime Minister, we had Operation Sindoor. We have come here not as just members of Parliament or ideologies. We have come as Indians here to tell the world what has really happened. BJP എം പി രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം നിലവിൽ ബെൽജിയത്തിലെ യൂറോപ്യൻ യൂണിയൻ ആസ്ഥാനം സന്ദർശിക്കുകയാണ്. കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡിസിയിൽ പര്യടനം തുടരുന്നു. കേരളത്തിന് അനുവദിച്ച റെയിൽവേ ബജറ്റ് വിഹിതം 372 കോടി രൂപയിൽ നിന്ന് ഈ സാമ്പത്തിക വർഷത്തിൽ 3042 കോടി രൂപയായി ഉയർത്തിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അങ്കമാലി എരുമേലി റെയിൽവേ പദ്ധതി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചതാണ് ഇക്കാര്യം. അങ്കമാലി ശബരി റെയിൽപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായിരുന്നു. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായും മുഖ്യമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയേക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെയാണ് അവസാനിക്കുക. ഇന്നലെ നടന്ന പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 7 പത്രികകൾ തള്ളിയ ശേഷം 18 പത്രികകളാണ് സ്വീകരിച്ചത്. LDF സ്ഥാനാർത്ഥി എം സ്വരാജ്, UDFന്റെ ആര്യടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സര രംഗത്തുണ്ട്. ഈ മാസം 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. റിപ്പോ നിരക്കിൽ ഇളവ് വരുത്തുന്നതടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനായി റിസർവ് ബാങ്ക് ധനനയ സമിതി യോഗം മുംബൈയിൽ ആരംഭിച്ചു. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിലാണ് യോഗം. നിലവിലെ 6% നിന്നും റിപ്പോ നിരക്ക് 5.75% കുറയ്ക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. തീരുമാനം മറ്റന്നാൾ പ്രഖ്യാപിക്കും. കഴിഞ്ഞ 2 ധനനയ സമിതി യോഗങ്ങളിലായി റിപ്പോ നിരക്ക് 50 ബേസിസ് പോയിന്റ് കുറച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനവും കൃഷി വിജ്ഞാന കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പേരാമ്പ്ര ബ്ലോക്കിൽ ആരംഭിച്ചു. ചങ്ങരോത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ബോധവൽക്കരണ പരിപാടിയിൽ കൂത്താളി, ചങ്ങരോത്ത് പഞ്ചായത്തുകളിലെ കർഷകരുമായി വിദഗ്ധർ സംവദിച്ചു. ഉച്ചയ്ക്ക് ശേഷം ചക്കിട്ടപ്പാറ, പേരാമ്പ്ര പഞ്ചായത്തുകളിലും ക്യാമ്പയിൻ നടക്കും. സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയ്ക്കായി കർഷക നേതൃത്വത്തിലുള്ള നവീകരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് വികസിത് കൃഷി സങ്കൽപ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ജമ്മു കാശ്മീർ സന്ദർശിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച്
പാലമായ ചെനാബ് ബ്രിഡ്ജ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. തുടർന്ന് അംജി റെയിൽവേ പാലവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിക്കും. 46,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം ഖത്രയിൽ തുടക്കം കുറിക്കും. അസമിൽ രൂക്ഷമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജനജീവിതം ദുരിതത്തിൽ. 6.5 ലക്ഷത്തോളം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. വ്യാപക കൃഷിനാശത്തിന് പുറമെ 12ഓളം മരണവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ബ്രഹ്മപുത്ര ഉൾപ്പെടെയുള്ള നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. 40,000-ഓളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. കനത്ത മഴ ഇന്നും തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. സിക്കിമിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലാച്ചൻ ചഠേൻ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ പുറത്തെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ 34 പേരെയാണ് വ്യോമസേനയും NDRFും ചേർത്ത് രക്ഷപ്പെടുത്തിയത്. 130 വിനോദസഞ്ചാരികളാണ് ലാച്ചനിൽ കുടുങ്ങിക്കിടക്കുന്നത്. എല്ലാവരും സുരക്ഷിതരാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മണ്ണിടിച്ചിലിനെ തുടർന്ന് ലാച്ചും മേഖലയിലേക്കുള്ള റോഡുകൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാ ദിനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി ശ്രീധർ. ശബരിമല പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തന്ത്രിമാരായ കണ്ഠര രാജീവര്, കണ്ഠര ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. തുടർന്ന് 18ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18ാം പടി ചവിട്ടി ദർശനം നടത്താനാകും. ഇടവമാസത്തിലെ അത്തം നാളായ നാളെയാണ് ശബരിമലയിലെ പ്രതിഷ്ഠാ ദിനം. നാളെ രാത്രി 10-ന് നടയടയ്ക്കും. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കം. മിനായിലെ തമ്പുകളിൽ തീർത്ഥാടകരെത്തുന്നതോടെയാണ് കർമ്മങ്ങൾ ആരംഭിക്കുക. ഇന്ന് മുഴുവൻ സമയവും തീർത്ഥാടകർ മിനായിൽ പ്രാർത്ഥനയിൽ കഴിയും. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം നാളെ നടക്കും. 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അറഫ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ലീ ജെ മ്യൂങ് ഇന്ന് ചുമതലയേറ്റു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കിം മുൻ സൂവിനെ പരാജയപ്പെടുത്തിയാണ് ലീ ജെ മ്യൂങ് അധികാരം പിടിച്ചത്. രാജ്യത്ത് പട്ടാള ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളെ തുടർന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് യൂൻ സുക് യോളിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കി 6 മാസങ്ങൾക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ലീ ജെ മ്യൂങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന പ്രത്യാശയും പ്രധാനമന്ത്രി പങ്കുവച്ചു. ലഡാക്ക് സ്വയംഭരണ ഹിൽ ഡെവലപ്മെന്റ് കൌൺസിൽ ഭേദഗതി നിയമത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഇതിലൂടെ ലേ കാർഗിൽ ജില്ലാ ഭരണ സമിതിയിലെ മൊത്തം സീറ്റുകളുടെ 1/3 ഭാഗം സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെടും. ലഡാക്ക് ഔദ്യോഗിക ഭാഷാ ചട്ടം 2025 രാഷ്ട്രപതി പ്രഖ്യാപിച്ചു. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇംഗ്ലീഷ് ഭാഷ മാത്രമാണ് മുൻപ് ലഡാക്കിൽ ഉപയോഗിച്ചിരുന്നത്. ചട്ടപ്രകാരം ഇനി മുതൽ ഹിന്ദി, ഉറുദു, ബോധി, പുർഗി എന്നീ ഭാഷകൾ കൂടി ലഡാക്കിന്റെ ഔദ്യോഗിക ഭാഷകളാകും. IPL ക്രിക്കറ്റിൽ കന്നി കിരീടം ചൂടി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. അഹമ്മദാബാദിൽ ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് പരാജയപ്പെടുത്തിയാണ് RCBയുടെ കിരീട നേട്ടം. ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിക്ക് തായ്ലൻഡിലെ തമസാറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് മത്സരം. ഫിഫ റാങ്കിംഗ് പട്ടികയിൽ നിലവിൽ ഇന്ത്യ 127-ാമതും തായ്ലൻഡ് 99-ാം സ്ഥാനത്തുമാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും നേരിടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ നാളെ മുതൽ ഇവിടെ മഴയുടെ ശക്തി കുറയുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 212 പോയിന്റ് നേട്ടത്തിൽ 80,950-ലും നിഫ്റ്റി 52 പോയിന്റ് നേട്ടത്തിൽ 24,595-ലും വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നിയോഗിച്ച 4 സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വിദേശ പര്യടനം വിജയകരമായി പൂർത്തിയാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. റിസർവ് ബാങ്ക് ധനനയ സമിതി യോഗം മുംബൈയിൽ ആരംഭിച്ചു. അസമിൽ രൂക്ഷമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജനജീവിതം ദുരിതത്തിൽ. സിക്കിമിലെ ലാച്ചൻ മേഖലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ പുറത്തെത്തിക്കാൻ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കം. പ്രധാന ചടങ്ങായ അറഫ സംഗമം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.